ഇതിന്റെ തുടക്കം കട്ടിയുള്ള ഒരു സ്റ്റീൽ ദണ്ടിൽ നിന്നാണ്. അത് ചുവന്ന് പഴുക്കുന്നതുവരെ നന്നായി ചൂടാക്കുന്നു. ചൂടുകൊണ്ട് പദം വന്ന ഈ സ്റ്റീൽ ഒരു മാൻഡ്രിലിന് ചുറ്റും ചുറ്റിയെടുത്ത് നമുക്ക് പരിചിതമായ ആ സ്പൈറൽ രൂപത്തിലാക്കുന്നു. അതിനുശേഷം ഈ സ്പ്രിംഗ് ഓയിലിൽ മുക്കി പെട്ടെന്ന് തണുപ്പിക്കും. ക്വെഞ്ചിങ് എന്ന ഈ പ്രക്രിയയാണ് അതിന് അസാമാന്യമായ ബലവും ഇലാസ്റ്റിസിറ്റിയും നൽകുന്നത്. ഇനി അങ്ങോട്ട് രൂപം മാറാതെ ആയിരക്കണക്കിന് കുഴികളെ നേരിടാൻ ഇത് സ്പ്രിങ്ങിന് സഹായിക്കുന്നു. പക്ഷേ ഒരു സസ്പെൻഷൻ എന്നാൽ വെറും സ്പ്രിങ് മാത്രമല്ല, അതിലൊരു ഡാമ്പർ അഥവാ നമ്മൾ പറയുന്ന ഷോക്ക് അബ്സോർബർ കൂടിയുണ്ട്. യാത്രയിൽ കാർ നിർത്താതെ കുതിക്കുന്നത് തടയുന്ന, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഹീറോ ആണിത്. നോക്കൂ, ഒരു കുഴിയിൽ വീഴുമ്പോൾ സ്പ്രിംഗ് ആ ആഘാതം പൂർണ്ണമായും വലിച്ചെടുത്ത് ഊർജം സംഭരിക്കുന്നു. പക്ഷേ ഡാമ്പർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഊർജം കാറിനെ ഒരു പന്ത് പോലെ മുകളിലേക്കും താഴേക്കും ചാടിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഡാമ്പറിന്റെ റോൾ. അതിനുള്ളിലെ ഒരു പിസ്റ്റണും ഹൈഡ്രോളിക് ഫ്ലൂയിഡും ഉപയോഗിച്ച് ഈ ചലനത്തെ അത് നിയന്ത്രിക്കുന്നു. ഈ ഊർജത്തെ താപമാക്കി മാറ്റി നിങ്ങളുടെ യാത്ര സുഗമവും സുസ്ഥിരവുമാക്കുന്നു.